ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡ് ഫസ്റ്റ് ചാപ്റ്റർ ആയ ദ ഫ്രഞ്ച് റവല്യൂഷൻ. ഓൺ ദ മോർണിംഗ് ഓഫ് 14 July 1789, the city of Paris was in a state of alarm. 1789 14 ജൂലൈ പകല് പാരീസ് എന്ന സിറ്റി ഭയാനകമായ ഒരു അവസ്ഥയിലായിരുന്നു. The king had commanded troops to move into the city. രാജാവ് അദ്ദേഹത്തിൻ്റെ ട്രൂപ്സിനോട് സിറ്റിയിലേക്ക് നീങ്ങാനായിട്ട് കമാൻഡ് ചെയ്തു. Rumors spread that he would soon order the army to open fire upon the citizen. റൂമേഴ്സ് പടർന്നു. എന്തായിരുന്നു ആ റൂമർ? അതായത് രാജാവ് ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ ആർമിയോട് സിറ്റിസൻ്റെ നേരെ വെടിവെപ്പ് നടത്താനായിട്ട് ഓർഡർ ചെയ്യും എന്ന്. Some 7,000 men and women gathered in front of the town hall. ഏകദേശം ഒരു 7,000 പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും കൂടെ ടൗൺ ഹാളിൻ്റെ ഫ്രണ്ടിൽ ഒത്തുചേർന്നു. ആൻഡ് ഡിസൈഡഡ് ടു ഫോം എ പീപ്പിൾസ് മലീഷ്യ. എന്നിട്ട് അവർ ഡിസൈഡ് ചെയ്തു പീപ്പിൾസ് മലീഷ്യ ഫോം ചെയ്യണമെന്ന്. അവിടെ പീപ്പിൾസ് മലീഷ്യ എന്നാൽ എന്താണ്? കോമൺ പീപ്പിൾ ഫോം ചെയ്ത ഒരു ആർമി ആയിരുന്നു പീപ്പിൾസ് മലീഷ്യ. They broke into a number of government buildings in search of arms. അവർ കുറേ ഗവൺമെൻറ് ബിൽഡിങ്സ് തകർത്തു. എന്തിനായിരുന്നു തകർത്തത്? ആയുധങ്ങളുടെ തിരച്ചിലിൽ. Finally, a group of several hundred people marched towards the eastern part of the city and stormed the fortress prison, the Bastille. ഒടുവിൽ 100 കണക്കിന് ആൾക്കാരുടെ ഒരു സംഘം നഗരത്തിൻ്റെ കിഴക്കേ ഭാഗങ്ങളിലേക്ക് മാർച്ച് ചെയ്യുകയും ബാസ്റ്റൈലിലെ ഫോർട്രസ് പ്രിസൺ ആക്രമിക്കുകയും ചെയ്തു. Where they hoped to find hoarded ammunition. അവിടെ അവർ വെടിമരുന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഇങ്ങനൊരു ആക്രമണം നടത്തിയിരുന്നത്. In the armed fight that followed, the commander of the Bastille was killed and the prisoners released, though they were only 7 of them. ഈ ഒരു ആംഡ് ഫൈറ്റിൽ ബാസ്റ്റൈലിലെ കമാൻഡർ കൊല്ലപ്പെടുകയും അവിടുത്തെ കുറ്റവാളികൾ മുക്തരാവുകയും ചെയ്തു. പ്രിസണേഴ്സ് എന്ന് പറയുമ്പോഴും എത്ര പേരെ ഉണ്ടായിരുന്നുള്ളൂ? ആകെ 7 പേരെ ഉണ്ടായിരുന്നുള്ളൂ. Yet the Bastille was hated by all. എന്നിട്ടും ബാസ്റ്റൈലിനെ എല്ലാവരും വെറുത്തു. എന്തായിരുന്നു വെറുപ്പിൻ്റെ കാരണം? Because it stood for the despotic power of the king. അത് രാജാവിൻ്റെ ഡിസ്പോട്ടിക് പവറിന് വേണ്ടി നിലകൊണ്ടിരുന്നു എന്നൊറ്റ ഒരു കാരണത്താലാണ് ബാസ്റ്റൈലിനെ എല്ലാവരും വെറുത്തത്. The fortress was demolished and its stone fragments were sold in the market to all those who wished to keep a souvenir of its destruction. കോട്ട തകർക്കപ്പെടുകയും അതിൻ്റെ സ്റ്റോൺ ഫ്രാഗ്മെൻറ്റ്സ് ഡിസ്ട്രക്ഷൻ്റെ സോവിനിയറായിട്ട് സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാർക്കറ്റിൽ വിൽക്കുകയും ചെയ്തു. The days that followed saw more rioting both in Paris and the countryside. തുടർന്നുള്ള ദിവസങ്ങളിൽ പാരീസിലും അതേപോലെ ഗ്രാമപ്രദേശങ്ങളിലും കൂടുതൽ കലാപങ്ങൾ കണ്ടു. Most people were protesting against the high price of bread. ഭൂരിഭാഗം ആൾക്കാരും പ്രൊട്ടസ്റ്റ് ചെയ്തിരുന്നത് ബ്രെഡിൻ്റെ പ്രൈസ് കൂടിയതിന് എതിർപ്പ് പ്രകടിപ്പിച്ചായിരുന്നു. Much later, കുറച്ച് കാലം കഴിഞ്ഞ്, when historians looked back upon this time, ചരിത്രകാരന്മാർ ഈ സമയത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ they saw it as the beginning of a chain of events that ultimately led to the execution of the king in France. അവർ എന്താണ് കണ്ടത്? ഫ്രാൻസിലെ രാജാവിൻ്റെ വധശിക്ഷയിലേക്ക് നയിച്ച സംഭവങ്ങളുടെ ഒരു തുടക്കമായിട്ടാണ് അവരിതിനെ കണ്ടത്. Though most people at that time did not anticipated this outcome. എന്നിരുന്നാലും ഭൂരിഭാഗം ആൾക്കാരും ആ സമയത്ത് ഇങ്ങനൊരു ഔട്ട്കം പ്രതീക്ഷിച്ചിരുന്നില്ല. How and why did this happen? എങ്ങനെ
അതുപോലെ എന്തുകൊണ്ടാണ് ഇത് നടന്നത്? അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ഫ്രഞ്ച് സൊസൈറ്റി ഡ്യൂറിങ് ദ ലേറ്റ് 18th century. In 1774, Louis XVI of the Bourbon family of kings ascended the throne of France. 1774 ബോർബോൺ കുടുംബത്തിലെ രാജാവായ ലൂയിസ് 16 ഫ്രാൻസിൽ അധികാരമേറ്റു, സിംഹാസനത്തിൽ കയറി. He was 20 years old and married to the Austrian princess Mary Antoinette. അദ്ദേഹത്തിന് 20 വയസ്സായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം ഓസ്ട്രിയൻ പ്രിൻസസ്സായ മേരി ആന്റോയിനെറ്റിനെ വിവാഹം കഴിച്ചു. Upon his accession, the new king found an empty treasury. പുതിയ രാജാവ് അധികാരമേറ്റപ്പോൾ എന്താണ് കണ്ടെത്തിയത്? ഖജനാവ് കാലിയാണെന്ന് കണ്ടെത്തി. ട്രഷറി എംറ്റി ആണെന്ന് കണ്ടെത്തി. Long years of war had drained the financial resources of France. നീണ്ട കാലയളവോളം ഉണ്ടായിരുന്ന യുദ്ധം ഫ്രാൻസിൻ്റെ ഫിനാൻഷ്യൽ റിസോഴ്സസ് ഇല്ലാണ്ടാക്കി, വറ്റിച്ചു കളഞ്ഞു. Added to this was the cost of maintaining an extravagant court at the immense palace of Versailles. അതിവിശാലമായ വേഴ്സൈൽ പാലസിൽ അതിഗംഭീരമായൊരു കോടതിയും മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കോസ്റ്റും ഇതിനോടൊപ്പം ചേർത്തു. Under Louis XVI, France helped the 13 American colonies to gain their independence from the common enemy Britain. അതായത് ലൂയിസ് 16 കീഴിൽ ഫ്രാൻസ് 13 അമേരിക്കൻ കോളനീസിനെ സഹായിച്ചു. എന്തിനാ സഹായിച്ചേ? ടു ഗെയിൻ ദെയർ ഇൻഡിപെൻഡൻസ് ഫ്രം ദ കോമൺ എനിമി ബ്രിട്ടൻ. അവരുടെ കോമൺ ശത്രുവായ ബ്രിട്ടനിൽ നിന്ന് ഇൻഡിപെൻഡൻസ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയാണ് സഹായിച്ചത്. The war added more than $1 billion to a debt that had already risen to more than $2 billion. അതായത് ഇവിടെ പറയുന്നത് ലൂയിസ് 16 ഭരണകാലത്ത് ഫ്രാൻസ് അവരുടെ കോമൺ എനിമിയായ ബ്രിട്ടനിൽ നിന്ന് 13 അമേരിക്കൻ കോളനീസിന് ഇൻഡിപെൻഡൻസ് നേടാനായിട്ട് ഹെൽപ്പ് ചെയ്തു. ഹെൽപ്പ് ചെയ്തപ്പോൾ ആ അവർ നടത്തിയ വോറിൽ അവർ ഒരു ബില്യനേക്കാൾ കൂടുതൽ കറൻസി എന്താണ് കടം വാങ്ങി. അത് പിന്നെ 2 ബില്യനേക്കാൾ കൂടുതൽ കറൻസിയിലേക്ക് നയിച്ചു. Lenders who gave the state credit now began to charge 10% interest on loans. സ്റ്റേറ്റിന് കടം കൊടുത്ത ലെൻഡേഴ്സ് ഇപ്പോൾ എന്താ ചെയ്തേ? ഇപ്പോൾ ലോണിന്മേൽ 10% പലിശ ചാർജ് ചെയ്യാനായിട്ട് തുടങ്ങി. So the French government was obliged to spend an increasing percentage of its budget on interest payment alone. അതുകൊണ്ട് ഫ്രഞ്ച് ഗവൺമെൻറ് അതിൻ്റെ ബഡ്ജറ്റിൻ്റെ വർദ്ധിച്ചു വരുന്ന ശതമാനത്തിൽ അതിൻ്റെ പലിശ പേയ്മെൻറ്റ് മാത്രം ചിലവഴിക്കാൻ ബാധ്യസ്ഥരായി. ടു മീറ്റ് ഇറ്റ്സ് റെഗുലർ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ട് ഏതൊക്കെയാണ് റെഗുലർ എക്സ്പെൻസ് എന്ന് പറയുന്നത്? സച്ച് ആസ് the cost of maintaining an army, the court, running government offices or universities, the state was forced to increase taxes. റെഗുലർ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ട്, അതായത് ആർമിയുടെ, കോടതിയുടെ, തുടർന്ന് പോകുന്ന ഗവൺമെൻറ് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ്, ഇതിൻ്റെ എല്ലാം കോസ്റ്റ് വഹിക്കാനായിട്ട് എന്ത് ചെയ്യേണ്ടി വന്നു സ്റ്റേറ്റിന്? The state was forced to increase taxes. സ്റ്റേറ്റിന് ടാക്സ് കൂട്ടേണ്ടി വന്നു. Yet even this measure would not have sufficed. അതായത് ഈ മെഷേഴ്സ് അത്ര സഫിഷ്യൻ്റ് ആയിരുന്നില്ല. സഫൈസ്ഡ് എന്ന് ഉദ്ദേശിക്കുന്ന സഫിഷ്യൻ്റ് ആണ് കേട്ടോ. ഫ്രഞ്ച് സൊസൈറ്റി ഇൻ ദ 18th century was divided into 3 estates. ഫ്രഞ്ച് സൊസൈറ്റി 18ാം നൂറ്റാണ്ടിൽ 3 എസ്റ്റേറ്റായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടു.
and only members of the third estate paid taxes. അതുപോലെ തേർഡ് എസ്റ്റേറ്റിലെ മെമ്പേഴ്സ് മാത്രമായിരുന്നു ടാക്സ് പേ ചെയ്തിരുന്നത്. The society of estates was part of the feudal system that dated back to the Middle Ages. എസ്റ്റേറ്റിൻ്റെ സൊസൈറ്റി എന്ന് പറയുന്നത് മധ്യകാലഘട്ടത്തിലെ ഫ്യൂഡൽ സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. The term old regime is usually used to describe the society and institutions of France before 1789. അതായത് 1789 മുന്നേ ഫ്രാൻസിലുണ്ടായിരുന്ന സൊസൈറ്റിയും ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും ഒക്കെ തന്നെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് പൊതുവെ ഉപയോഗിച്ചിരുന്ന ഒരു ടേമാണ് ഓൾഡ് റെജീം എന്നത്. Figure 2 shows how the system of estates in French society was organized. ഫിഗർ 2-നകത്ത് എങ്ങനെയാണ് ഫ്രഞ്ച് സൊസൈറ്റി എസ്റ്റേറ്റ്സിനെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് എസ്റ്റേറ്റിൽ വരുന്നത് ക്ലർജി, സെക്കൻഡ് എസ്റ്റേറ്റിൽ വരുന്നത് നോബിലിറ്റി, തേർഡ് എസ്റ്റേറ്റിൽ വരുന്ന ആരൊക്കെയാണ്? ബിഗ് ബിസിനസ്മാന്, മർച്ചൻസ്, കോർട്ട് ഒഫീഷ്യൽസ്, ലോയേഴ്സ്, പെസൻസ് ആൻഡ് ആർട്ടിസൻസ്, സ്മോൾ പെസൻസ്, ലാൻഡ്ലെസ് ലേബർ, സെർവൻസ്, ഇവരൊക്കെയാണ്. പെസൻസ് മെയ്ഡ് അപ്പ് അബൌട്ട് 90% ഓഫ് ദ പോപ്പുലേഷൻ. ജനസംഖ്യാ നിരക്കെടുത്ത് നോക്കുകയാണെങ്കിൽ 90% കർഷകരായിരുന്നു ഉണ്ടായിരുന്നത്. However, only a small number of them owned the land they cultivated. എന്നാൽ ഇവരിൽ വളരെ കുറച്ചു പേർക്ക് മാത്രമേ അവർ കൃഷി ചെയ്തിരുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഉണ്ടായിരുന്നുള്ളൂ. About 60% of the land was owned by nobles, the church and other richer members of the third estate. ആട്ടെ 60% ഭൂമി ആരായിരുന്നു ഓൺ ചെയ്തിരുന്നത്? നോബൽസ്, ചർച്ച്, അതേപോലെ തേർഡ് എസ്റ്റേറ്റിലെ റിച്ചർ മെമ്പേഴ്സ്. The members of the first two estate, that is the clergy and the nobility, enjoyed certain privileges by birth. ആദ്യത്തെ 2 എസ്റ്റേറ്റിലെ മെമ്പേഴ്സ്, അതായത് ക്ലർജിയും നോബിലിറ്റിയും ഒക്കെ തന്നെ ജന്മനാൽ തന്നെ ചില പ്രിവിലേജസ് എൻജോയ് ചെയ്തിരുന്നു. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓഫ് ദീസ് വാസ് എക്സംഷൻ ഫ്രം പേയിങ് ടാക്സസ് ടു ദ സ്റ്റേറ്റ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രിവിലേജ് എന്ന് പറയുന്നത് എന്തായിരുന്നു? അവർക്ക് സ്റ്റേറ്റിന് ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അവർ സ്റ്റേറ്റിന് ടാക്സ് പേ ചെയ്യേണ്ടതില്ല. ദ നോബൽസ് ഫർദർ എൻജോയ്ഡ് ഫ്യൂഡൽ പ്രിവിലേജസ്. പ്രഭുക്കന്മാർ കൂടുതൽ ഫ്യൂഡൽ പ്രിവിലേജസ് ആസ്വദിച്ചു. ദീസ് ഇൻക്ലൂഡഡ് ഫ്യൂഡൽ ഡ്യൂസ് വിച്ച് ദേ എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ പെസൻസ്. കർഷകരിൽ നിന്ന് എടുത്തിരുന്ന ഫ്യൂഡൽ ഡ്യൂസും ഇതിൽ പെടുന്നു. Peasants were obliged to render services to the lord, to work in his house and fields, to serve in the army or to participate in building roads. കർഷകരെന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് കൃഷി മാത്രമല്ലായിരുന്നു അവരുടെ ജോലി. അവർ രാജാവിനെ സേവിക്കണമായിരുന്നു. അവരുടെ വീട്ടിലും പാടത്തും ഒക്കെ പണി ചെയ്യേണ്ടി വന്നിരുന്നു. അതുപോലെ ആർമിയിൽ സേവനം അനുഷ്ഠിക്കേണ്ടി വന്നിരുന്നു. അതേപോലെ ബിൽഡിംഗ് റോഡ്സ് ബിൽഡ് ചെയ്യാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടി വന്നിരുന്നു. അതായത് കർഷകർ ഇതെല്ലാം ചെയ്യാൻ ബാധ്യസ്ഥരായിരുന്നു, കടപ്പെട്ടിരുന്നു. The church too extracted its share of taxes called tithes from the peasants. നോബിലിറ്റി മാത്രമല്ല പെസൻസിനെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നത്. അതുകൂടാതെ ചർച്ചുകാരും ഒട്ടും പിന്നിലല്ലായിരുന്നു. അവരും തിഥെ എന്ന ടാക്സ് കർഷകരിൽ നിന്ന് ഈടാക്കി. അവിടെ ഈ ടിഥെ എന്ന് വെച്ചാൽ എന്താണ്? അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസിൽ 1/10
ആർക്ക് കൊടുക്കണം? ചർച്ചുകാർക്ക്, പെസൻസ് കൊടുക്കണം. ആൻഡ് ഫൈനലി all members of the third estate had to pay taxes to the state. അങ്ങനെ ഫൈനലി തേർഡ് എസ്റ്റേറ്റിലെ എല്ലാ മെമ്പേഴ്സിനും സ്റ്റേറ്റിന് ടാക്സ് പേ ചെയ്യേണ്ടി വന്നു. These included a direct tax called tail and a number of indirect taxes which were levied on articles of everyday consumption like salt or tobacco. അതായത് തേയില പോലുള്ള ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ടായിരുന്നു ഇതിനകത്ത്. അതിനോടൊപ്പം തന്നെ ഉപ്പ്, പുകയില പോലുള്ള എവറിഡേ കൺസ്യൂം ചെയ്യുന്ന സാധനങ്ങളുടെ മേലും പലതരത്തിലുള്ള ഇൻഡയറക്റ്റ് ടാക്സും ചുമത്തിയിരുന്നു. The burden of financing activities of the state through taxes was borne by the third estate alone. The burden of financing activities of the state through taxes was borne by the third estate alone. അതായത് ടാക്സ് വഴി സംസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുന്നതിനുള്ള ഭാരം ആരായിരുന്നു വഹിച്ചിരുന്നത്? തേർഡ് എസ്റ്റേറ്റ് മാത്രമായിരുന്നു വഹിച്ചിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സെക്ഷൻ മനസ്സിലായെന്ന് കരുതുന്നു. ഈ പാഠത്തിൻ്റെ എക്സ്പ്ലനേഷൻ ക്ലിയർ ആയെന്ന് കരുതുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതുകൊണ്ട് ഒന്ന് എനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക് യു.